നടി ആക്രമിക്കപ്പെട്ടപ്പോൾ നടിയുടെ കൂടെ ആദ്യമേ നിന്ന ഒരു നടനായിരുന്നു നടൻ ബാബുരാജ്. പക്ഷെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊഴി മാറ്റി പറഞ്ഞു. കാരണം അദ്ദേഹം ചോറ് കഴിക്കുന്നത് സിനിമയുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ സിനിമയിലുള്ള ലോബിയെ തള്ളിപ്പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിനുള്ള ബന്ധത്തിലുള്ള ആളുകൾ സിനിമയിൽ തന്നെ ഉള്ളവരാണ്. സിനിമയിലുള്ള പ്രമുഖനായിട്ടുള്ള ഒരു നടൻ കാരണമാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാബുരാജ് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നടിയെ പിന്നെ തള്ളിപ്പറഞ്ഞു, മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു. ഒരുപാട് പേര് നടിയുടെ കൂടെ നിന്നവരൊക്കെ അത് മാറ്റി പറഞ്ഞു. അങ്ങനെ നടി ഒറ്റപ്പെട്ടു. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടൻ തെളിവുകളെല്ലാം നശിപ്പിക്കത്തക്ക നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാറ്റ് നേരെ തിരിച്ചു വീശിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പകൽമാന്യന്മാരായിട്ടുള്ള പല നടന്മാർ സ്ത്രീ വിഷയത്തിൽ പിടിക്കപ്പെട്ടു. അതിലൊരാളായിരുന്നു നടൻ ബാബുരാജ്. അദ്ദേഹം ഈ പറയുന്ന പോലെയുള്ള മാന്യനൊന്നും അല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ അമ്മ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ബാബുരാജിനെ തള്ളിപ്പറഞ്ഞു എന്നാണ് പറയുന്നത്. മോഹൻലാൽ ആ സ്ഥാനം രാജിവെക്കാൻ തന്നെ കാരണം ബാബുരാജ് അതിൽ മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആളും സ്ത്രീ വിഷയത്തിൽ അത്രയും നല്ലവനല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ പേര് മനഃപൂർവ്വം അടർത്തി കളഞ്ഞു എന്നാണ് അറിയുന്നത്. പക്ഷേ ബാബുരാജ് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് തന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ നടിക്കുണ്ടായ ആ മാനസിക വിഷമം ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, സംഘർഷം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കണ്ണീരിൻ്റെ അവസ്ഥ വരുമ്പോൾ ആദ്യമേ കൂടെ നിൽക്കുകയും പിന്നെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. കാരണം സത്യം മാത്രം അവസാനം ജയിക്കുന്നൊരു സമയമുണ്ട്. സത്യമേ ജയിക്കൂ. അതാണിപ്പോൾ നടൻ ബാബുരാജിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി അമ്മയുടെ ഒരൊറ്റ പരിപാടികൾക്ക് പോലും താനിനി വരില്ല, പങ്കെടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്വന്തമായിട്ട് അടി കിട്ടിയപ്പോൾ ആണ് അതിൻ്റെ ദുഃഖം അറിയുന്നത്. മറ്റൊരാൾക്ക് അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദുഃഖം അറിഞ്ഞില്ല. ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം ആ നടിയെ തള്ളി പറഞ്ഞത്. സത്യത്തിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നേനെ. പക്ഷേ അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ കൂടെ നിന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് അനുഭവിക്കുകയാണ്.